നമസ്കാരം, പൗരാണിക കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഭഗവാൻ വിഷ്ണുവിന്റെ കാരുണ്യത്തിന്റെ ഉത്തമ ഉദാഹരണമായ ഗജേന്ദ്ര മോക്ഷം എന്ന അതിമനോഹരമായ കഥയാണ്. ശ്രീകൂട പർവ്വതത്തിലെ മനോഹരമായ ഒരു തടാകത്തിൽ ഗജേന്ദ്രൻ എന്ന ആന തന്റെ കൂട്ടത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. ഒരു ദിവസം ദാഹം ശമിപ്പിക്കാൻ അവൻ തടാകത്തിലിറങ്ങി. എന്നാൽ ആ തടാകത്തിൽ ഭയങ്കരനായ ഒരു മുതല ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഗജേന്ദ്രന്റെ കാൽ ആ മുതല ശക്തമായി പിടിച്ചു. ആന സർവശക്തിയുമെടുത്ത് പിടച്ചു. പക്ഷേ മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായില്ല. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ തന്റെ ശക്തിയെല്ലാം ക്ഷയിച്ചപ്പോൾ ഗജേന്ദ്രൻ മനസ്സിലാക്കി, ഇനി ഭഗവാന്റെ അനുഗ്രഹം മാത്രമേ രക്ഷിക്കൂ എന്ന്. അവൻ വേദനയോടെ ഒരു താമരപ്പൂവ് തുമ്പിക്കൈയിലെടുത്ത് ആകാശത്തേക്ക് ഉയർത്തി, ആദിമൂലമേ എന്റെ സങ്കടം തീർക്കണേ എന്ന് ഉറക്കെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കേട്ട് സാക്ഷാൽ മഹാവിഷ്ണു ഗരുഡാരൂഢനായി കാഞ്ഞെത്തി. തന്റെ സുദർശന ചക്രം കൊണ്ട് മുതലയെ വധിച്ചു ഗജേന്ദ്രനെ രക്ഷിച്ചു. ഗജേന്ദ്രൻ മോക്ഷം പ്രാപിച്ചു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഏത് ആപത്തിലും ഭഗവാനിൽ ശരണം പ്രാപിച്ചാൽ അവൻ നമ്മെ കൈവെടിയുകയില്ല എന്നതാണ്. കൂടുതൽ പൗരാണിക കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.